Good afternoon. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ? എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? 4th പോയിന്റ്. അവിടെ വരെ ക്ലിയർ ആണോ? വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ അല്ലേ? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത 5th പോയിന്റിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, ശരി. ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യനെയറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ 5th പോയിന്റിൽ പറയുന്നത്. അപ്പോ ഹോസ്പിറ്റലിന്റെ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യനെയർ, ഈ പേഷ്യൻസിന്റെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യനെയറിലൂടെയാണ് സർവേ നടത്തുന്നത് അല്ലെ? ചോദ്യാവലികൾ തയ്യാറാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സർവേകൾ നടത്തുന്നത്. The hospital satisfaction questionnaire asked respondents general questions in connection with reception or administration, hospital cleanliness, signage, hospital food, etc. ഇവിടെ ഹോസ്പിറ്റൽസിന്റെ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യനെയറിലൂടെ നമുക്ക് അവിടുത്തെ റെസ്പോണ്ടന്റ് ആരാ? ഈ ക്വസ്റ്റ്യനെയറിൽ ആർക്കാ കൊടുക്കുന്നേ? ക്വസ്റ്റ്യനെയർ ആർക്കാ കൊടുക്കുന്നേ? അവിടുത്തെ റെസ്പോണ്ടന്റ് ആരാണ്? അപ്പോ അത് അറിയില്ലേ? ആർക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നേ? പേഷ്യൻസ് അല്ലെ? പേഷ്യൻസ് ആണ് അവിടുത്തെ റെസ്പോണ്ടൻസ് അല്ലെങ്കിൽ അത് പ്രതികരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. സോ പേഷ്യൻസിനോട് ചില ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും ഈ ഒരു ക്വസ്റ്റ്യനെയറിലൂടെ. അപ്പൊ അവിടെ എന്തൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതാണ്. അവിടുത്തെ റിസപ്ഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹോസ്പിറ്റലിലെ ക്ലീൻനെസ് അല്ലെങ്കിൽ വൃത്തിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. സൈനേജ് അല്ലെങ്കിൽ സൈൻ ബോർഡുകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പ് ബോർഡുകൾ വ്യക്തമായിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. ഹോസ്പിറ്റൽ ഫുഡുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഫുഡ് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. അങ്ങനെ പല ഹോസ്പിറ്റൽ ആസ്പെക്ടുകളെയും ഒരുമിച്ച് കണക്ട് ചെയ്ത് പൊതുവായിട്ടുള്ള കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഒരു ചോദ്യാവലി തയ്യാറാക്കിയിട്ടാണ് ഹോസ്പിറ്റൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ പേഷ്യൻസിനോട് എന്ത് ചെയ്യുന്നത്? ആ ചോദ്യാവലിയോട് ചോദിക്കുന്നത്. സോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ is important from the view of improvement of quality of services and to achieve the maximum satisfaction of the inpatient. ഇത്തരത്തിലെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേകൾ എടുക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെയും നമുക്ക് ആ ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് ആ ഒരു ഹോസ്പിറ്റലിലെ സർവീസുകളുടെ ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതിലൂടെ അവിടെ വരുന്ന ഓരോ ഇൻപേഷ്യൻസിനും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, മികച്ച മാക്സിമം സംതൃപ്തി നമുക്ക് നേടിയെടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇപ്പൊ 5th പോയിന്റ് ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സാറ്റിസ്ഫാക്ഷൻ പേഷ്യൻസിന് അറിയണമെങ്കിൽ അവരോട് നമ്മൾ ഒരു ക്വസ്റ്റ്യനെയറിലൂടെയാണ് അത് ചോദിക്കുന്നത്. അതിനുവേണ്ടി ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തുമായിട്ട് കണക്ട് ചെയ്ത് അവർക്ക് ഉണ്ടാകും? ആ ഹോസ്പിറ്റലിലെ വിവിധ വശങ്ങളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുണ്ടാകുന്നു. റിസപ്ഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, ഹോസ്പിറ്റൽ ക്ലീനേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, സൈനേജുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, ഹോസ്പിറ്റലിലെ ഫുഡ് സർവീസുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഏരിയാസുമായി ബന്ധപ്പെട്ട കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അതിന് അവര് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. ഇത്തരം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നതിലൂടെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലെ സർവീസുകളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും അതിലൂടെ ഓരോ ഇൻപേഷ്യൻസിനും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യനെയർ.
വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത് കേട്ടോ. ഇത് ഇൻക്ലൂഡഡ് ആയത് അല്ലെങ്കിൽ അല്ലാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് വൺ ആണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്. എന്താണ്? ആരോഗ്യ പരിചരണ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും ബേസിക്കലി എന്താക്കുക? പേഷ്യന്റ് സെൻട്രിക് ആക്കുക അല്ലെങ്കിൽ രോഗിയെ കേന്ദ്രീകൃതമാക്കി മാറ്റുക. രണ്ടാമത്തത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ്. ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനിങ്ങിലും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു നിർണായക ഘടകമാണ് മാറുന്നു. Then ultimate goal of the hospital is the contentment of its customer. എപ്പോഴും ഏതൊരു ഹോസ്പിറ്റലിന്റെയും അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. അപ്പൊ കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിയാണ്. ആൻഡ് ഫോർത്ത് പോയിന്റ്, നോട്ട് ഓൺലി ടു സാറ്റിസ്ഫൈ ആൻഡ് കെയർ ഫോർ പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് ബട്ട് ഓൾസോ എ പോസിറ്റീവ് ഔട്ട്കം ഫോർ ദ സ്റ്റാഫ്, ദ കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പൊ അവിടുത്തെ നോട്ട് ഓൺലി ടു സാറ്റിസ്ഫൈ ദ കെയർ ഫോർ പേഷ്യന്റ് ആൻഡ് ഫാമിലി, അവിടെ പേഷ്യൻസിന്റെയും ഫാമിലിയുടെയും നല്ല രീതിയിൽ പരിചരണം കൊടുക്കുക, അവരെ സാറ്റിസ്ഫൈ ചെയ്യുക മാത്രമല്ല, അതല്ലാതെ അവിടെയുള്ള ജീവനക്കാർക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഇതിലൂടെ കൊടുക്കാൻ സാധിക്കണം. ആ സ്റ്റാഫുകൾക്ക് മാത്രമല്ല കമ്മ്യൂണിറ്റിക്കും ആ ഹെൽത്ത് ഓർഗനൈസേഷനും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഇതിലൂടെ കിട്ടണം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ റിലേസ് ഓൺ വർക്കേഴ്സ് മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യന്റ്. എപ്പോഴും ഒരു പേഷ്യൻസിന് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ് നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആകണം അല്ലെ? അവർ വളരെ ഡെഡിക്കേഷനോട് കൂടി അവരുടെ ഡ്യൂട്ടീസ് പേഷ്യൻസിനോടുള്ളത് ചെയ്യണം. അപ്പോഴല്ലേ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ കുറച്ചും കൂടി മികച്ചതാക്കി കൊണ്ടുവരാൻ പറ്റുക. ഇവിടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ പ്രധാന ഒബ്ജക്റ്റീവുകളാണ് പറയുന്നത്. ഒന്നാമത്തേത്, ആ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനെ ആ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക് ആക്കുക അല്ലെങ്കിൽ രോഗിയെ കേന്ദ്രീകരിച്ചുള്ള പരിചരണം നൽകുന്ന സ്ഥാപനങ്ങളാക്കി മാറ്റുക. രണ്ടാമത്തേത്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനിങ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു ശക്തമായിട്ടുള്ള ഒരു നിർണായക ഘടകമാണ്. മൂന്നാമത്തത്, ഏതൊരു ഹോസ്പിറ്റലിന്റെയും അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ പേഷ്യൻസ് ആണ് അല്ലെ, അവരുടെ സംതൃപ്തി തന്നെയാണ്. നാലാമത്തത്, അവിടെ വരുന്ന പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പരിചരണം കൊടുക്കുക, അവരെ സംതൃപ്തിപ്പെടുത്തുക മാത്രമല്ല, അത് കൂടാതെ അവിടെയുള്ള സ്റ്റാഫുകളെയും നമ്മുടെ കമ്മ്യൂണിറ്റിയെയും ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഹെൽത്തിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, കിട്ടുന്ന അവർക്കൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഫലം കിട്ടുന്ന രീതിയിൽ ഇത് മാറണം. ദെൻ അഞ്ചാമത്തത്, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും എന്തിനേയും കൂടി ആശ്രയിച്ചാണ്, അവിടുത്തെ വർക്കേഴ്സിനെ എത്രത്തോളം മോട്ടിവേറ്റഡ് ആണ് അവിടുത്തെ എംപ്ലോയീസ്, അതിനനുസരിച്ച് അവർ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു പേഷ്യന്റിനോടുള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ കടമകൾ നിർവഹിക്കുന്നുണ്ട്, അതിനെയും അങ്ങോട്ട് ആശ്രയിച്ചാണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വിലയിരുത്തുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിന്റെ
ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. Patient satisfaction is an important scale to measure overall health care quality. അപ്പോൾ ഈ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ മൊത്തത്തില് അവിടെയുള്ള ഓവറോൾ ആയിട്ടുള്ള ആ ഒരു ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം അവർ ചെയ്യുന്ന ഓരോ സർവീസുകളിലും കെയറുകളിലും ഒക്കെ എത്രത്തോളം നല്ല ക്വാളിറ്റിയിലുള്ള ആ ഒരു ആരോഗ്യ പരിചരണമാണ് അവർ കൊടുക്കുന്നത് എന്ന് മൊത്തത്തിൽ നമുക്ക് ഇതിലൂടെ മെഷർ ചെയ്യാനായിട്ട് പറ്റും. With the help of patient satisfaction survey, continuous measuring of patient satisfaction and improving patient experience can be attained. പിന്നീട് നമ്മളൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുന്നതിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാനും അതിലൂടെ ന്യൂനതകളുള്ള അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ ആവശ്യമായി വരുന്ന ഏരിയാസ് മനസ്സിലാക്കാനും പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ഇൻവാല്യുബിൾ ടൂൾ ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. അധികം എഫേർട്ടുകളൊന്നും ഇല്ലാതെ തന്നെ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ മൂല്യവത്തായിട്ടുള്ള ഒരു ടൂളാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യുക എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് ആ ഒരു ഓർഗനൈസേഷന്റെ ഓവറോൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും മെഷർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നടത്തുന്നതിലൂടെ തന്നെ അതിന്റെ സഹായത്തോടു കൂടി കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട്, ഏതൊക്കെ ഏരിയാസിലാണ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് ഇംപ്രൂവ്മെന്റുകൾ നടത്തി പേഷ്യൻസിന്റെ എക്സ്പീരിയൻസും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇത് അധികം എഫേർട്ടുകളോ കാര്യങ്ങളോ എടുക്കാതെ തന്നെ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് എളുപ്പത്തിൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു ടൂള് കൂടിയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുക എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്? ഇനി അത് കഴിഞ്ഞ് വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. നിങ്ങൾക്ക് പിക്ചർ കാണാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കാം കേട്ടോ. മിസ് ഇവിടെ സൂം ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലിയർ ആണോ? പിക്ചർ ഇപ്പൊ കാണാമോ? അപ്പൊ എന്തെങ്കിലും ചിലരുടെയൊക്കെ ടെക്സ്റ്റിൽ ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല. മിസ് ഇവിടെ വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്ലിയർ അല്ല എങ്കിൽ ഒന്ന് ഇല്ലാത്ത ഭാഗങ്ങളോ വേർഡ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആവാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോട്ടോ. അപ്പൊ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി വായിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു. ഒന്ന് സൂം ചെയ്താൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നൊന്ന് സൂം ചെയ്താലും മതി കേട്ടോ. വായിക്കാൻ പറ്റും തോന്നുന്നു. അല്ല കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് മിസ് പറയുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മള് കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ പറയാൻ പോവാണ്. 5 reasons why you should measure patient satisfaction. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിന്റെ അളക്കുന്നതിന്റെ 5 റീസൺസ് അല്ലെങ്കിൽ കാരണങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്. ഒരു ഉയർന്ന തലത്തിലുള്ള രോഗി പരിചരണ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി. ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്, ഒരു ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി. രണ്ടാമത്തത് ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ പ്രകടനം എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അളക്കുന്നതിന് വേണ്ടി. ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങള് എത്രത്തോളം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അളക്കുന്നതിന് വേണ്ടിയിട്ട്. മൂന്നാമത്തത് ടു നോ ആംഗ്രി ആൻഡ് മിസ്ഡ് പേഷ്യൻസ്, അതായത് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ അലോസരപ്പെടുത്തുന്ന ശല്യപ്പെടുന്ന പേഷ്യൻസിനെ അറിയുന്നതിന് വേണ്ടി. ടു നോ ആംഗ്രി ആൻഡ് മിസ്ഡ് പേഷ്യൻസ്. അതുപോലെ ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി. ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്, പേഷ്യന്റ് കെയർ രോഗിക്ക് പരിചരണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി. നെക്സ്റ്റ് വൺ ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്, പേഷ്യൻസിനെ അവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. അത് ആ പേഷ്യൻസിനെ നിലനിർത്തുന്നത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഈ 5 റീസൺസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ. ഒന്നാമത്തത് ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്. സെക്കൻഡ് വൺ ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. തേർഡ് വൺ to know angry and mixed patients. Fourth one, to improve patient care experience. And fifth one, to improve patient retention rate.
ക്ലിയർ അല്ലേ? ഇനി ഇത് ഓരോന്നും നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ഓരോന്നും എന്താണെന്നുള്ളതും എങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിൽ അത് അച്ചീവ് ചെയ്യാമെന്നുള്ളതൊക്കെ പഠിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമുക്കത് ഓരോന്നായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിക്കോളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് വണ്ണാണ് ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്. ഒരു ഉയർന്ന തലത്തിലുള്ള രോഗി പരിചരണ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാറുണ്ട്. അപ്പൊ അതില് നോക്കിയേ, മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ help the hospital ascertain the areas of improvement and centers on to provide better patient care services. ഇവിടെ എപ്പോഴും നമുക്ക് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിലൂടെ ഹോസ്പിറ്റലിലെ ascertain the areas of improvement വരുത്തേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് തിട്ടപ്പെടുത്താനും അതുപോലെ തന്നെ centers on to provide better patient care services. അപ്പൊ അങ്ങനെ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ട ഏരിയാസ് ഏതാണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് മെച്ചപ്പെടുത്തൽ നടത്തി നല്ല ബെറ്റർ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ സർവീസുകൾ നൽകാനും ഇതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. Then achieving a high level of satisfaction is directly dependent on the high quality patient care services given by the team of specialized doctors and hospital staff. അപ്പോൾ ഒരു ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഒരു പേഷ്യന്റിന് അച്ചീവ് ചെയ്യണം. നമുക്കൊരു ഉയർന്ന നിലവാരത്തിലുള്ള സംതൃപ്തി ഒരു പേഷ്യന്റിന് കിട്ടണമെങ്കിൽ ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ എന്തിനെ ആശ്രയിച്ചാണ്, നേരിട്ട് അത് എന്തിനെ ആശ്രയിച്ചാണ്, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ സർവീസുകൾ കിട്ടുക അല്ലെ, നല്ല ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറും ഹോസ്പിറ്റൽ സ്റ്റാഫും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ടീം നമുക്ക് ഉയർന്ന ഗുണനിലവാരത്തിലുള്ള രോഗി പരിചരണ സേവനങ്ങൾ നൽകുമ്പോഴാണ് നേരിട്ട്, അത് ഡയറക്ട്ലി ഡിപ്പെൻഡഡ് ആണ് അല്ലെ, നേരിട്ട് നമ്മുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ത് ചെയ്യാൻ പറ്റും, ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റില്ലേ? പറ്റുമോ? നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു നല്ല ടീം, ഒരു നല്ല സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ, ഹോസ്പിറ്റലിലെ മറ്റു സ്റ്റാഫുകളൊക്കെ അടങ്ങിയ ഒരു ടീം നമുക്ക് നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പേഷ്യന്റ് കെയർ സർവീസുകൾ തരുമ്പോൾ നേരിട്ട് അത് ഡിപ്പെൻഡഡ് ആണ് അല്ലെ നമ്മുടെ സാറ്റിസ്ഫാക്ഷനുമായിട്ട് അല്ലെ. അതിലൂടെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ലേ? The entire staff must consider the patient in a warmness from the receptionist who arranges the appointment, doctor providing the right treatment to the nurse taking vital signs of the patient. ഇവിടെ ആദ്യം മുതൽ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുന്ന സമയം മുതൽ സ്റ്റാഫുകൾ നമ്മളെ വളരെ ആ പേഷ്യൻസിനെ എങ്ങനെ സ്വീകരിക്കണം, ഒരു റിസപ്ഷനിൽ ചെല്ലുമ്പോൾ നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടി, നമ്മുടെ ഒരു വാംനെസ്സോട് അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക അല്ലെ. അപ്പൊ നമുക്ക് സംതൃപ്തി ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം വരുന്ന ഓരോ പ്രൊസീജിയേഴ്സും, അതായത് അപ്പോയിന്റ്മെന്റുകൾ സെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തു തരിക, ഡോക്ടേഴ്സ് അതിനനുസരിച്ച് ശരിയായ ട്രീറ്റ്മെന്റുകൾ നമുക്ക് തരിക, അവിടുത്തെ നഴ്സസ് നമ്മുടെ പ്രധാനപ്പെട്ട വൈറ്റൽ സയൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയും അതിനനുസരിച്ചുള്ള പരിചരണം നൽകുകയും ചെയ്യുക. സോ അവിടെയുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ നന്നായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ തരുമ്പോഴാണ് നമ്മൾ നേരിട്ട് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉയർന്ന നിലവാരത്തിലേക്ക് പോകുന്നുണ്ട് അല്ലെ. സോ ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഹോസ്പിറ്റലിലെ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഏരിയാസിനെ മനസ്സിലാക്കി ഇംപ്രൂവ്മെന്റുകൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന് ബെസ്റ്റ് കെയർ സർവീസുകൾ കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതിലൂടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മികച്ചതാക്കാനും സാധിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു നല്ല സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സും ഹോസ്പിറ്റൽ സ്റ്റാഫും അടങ്ങിയ ഒരു ടീം അവർക്ക് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള പേഷ്യന്റ് കെയർ സർവീസസ് കൊടുക്കുന്നു. ഡയറക്ട്ലി ഡിപ്പെൻഡ് എന്താണ്, നേരിട്ട് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാനായിട്ട് അതിലൂടെ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് എൻറ്റയർ സ്റ്റാഫ്, മൊത്തത്തിലുള്ള സ്റ്റാഫുകൾ, അത് റിസപ്ഷൻ ഏരിയ മുതൽ മറ്റു ഡോക്ടർ ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, മറ്റെല്ലാ സ്റ്റാഫുകളും ഇതേ രീതിയിൽ നല്ല രീതിയിൽ അവർ സ്വീകരിക്കുകയും പരിചരണം നൽകുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അത് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ. Then what hospital do to enhance patient care services? ഇനി പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന സേവനങ്ങൾ എൻഹാൻസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വൺ ആണ് ഫോളോ ദ
correct way to diagnose the illness in time. അതായത് കൃത്യമായിട്ട് അവരുടെ രോഗനിർണയം കൃത്യസമയത്ത് രോഗനിർണയം ശരിയായി നടത്തുന്നതിന് വേണ്ടിയുള്ള ശരിയായ മാർഗങ്ങൾ എന്ത് ചെയ്യുക, പിന്തുടരുക. ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസ് ദ ഇൽനെസ് ഇൻ ടൈം. കൃത്യസമയത്ത് രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയുള്ള ശരിയായ മാർഗങ്ങൾ പിന്തുടരുക. രണ്ടാമത്തത് ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് അസസ് ടു ഫിസിഷ്യൻ. അവിടെ ഡോക്ടേഴ്സിന്റെ അടുത്തേക്കുള്ള പ്രവേശനം എന്ത് ചെയ്യുക, എളുപ്പമാക്കി നൽകുക. ഒരുപാട് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അവർക്ക് അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനോ അവർക്ക് അവിടെ ഡോക്ടറെ കാണാനോ കാര്യങ്ങളോ ആയിട്ട് ഉണ്ടാവരുത്. ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് അസിസ്റ്റ് ടു ഫിസിഷ്യൻ. ഡോക്ടേഴ്സിന്റെ അടുത്തേക്കുള്ള പ്രവേശനങ്ങൾ എളുപ്പമാക്കി നൽകുക. റെക്കമെൻഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്. ശരിയായ ട്രീറ്റ്മെന്റുകൾ അവർക്ക് ശുപാർശ ചെയ്യുക. ഓഫർ കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻ. എന്താണ്, വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ചികിത്സാ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുക. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ചികിത്സാ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുക. പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ്. ഇപ്പൊ ഡിസ്ചാർജിന് ശേഷമാണെങ്കിൽ പോലും അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള പരിചരണം തന്നെ പിന്നീട് നൽകുക. ഈ പറയുന്ന ഒരു 5 കാര്യങ്ങളിലൂടെയാണ് ഒരു ഹോസ്പിറ്റലിന് പേഷ്യൻസിന്റെ കെയർ സർവീസുകൾ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒരു ഹോസ്പിറ്റൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ടു എൻഹാൻസ് പേഷ്യന്റ് കെയർ സർവീസസ്. പേഷ്യന്റ് കെയർ സർവീസുകൾ വർദ്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തത് വളരെ കൃത്യമായിട്ടുള്ള കൃത്യസമയത്ത് രോഗനിർണയം നടത്തുന്നതിനുള്ള ശരിയായ മാർഗങ്ങൾ പിന്തുടരുക. രണ്ടാമത്തത് ഫിസിഷ്യൻസിന്റെ അടുത്തേക്കുള്ള ഒരു പ്രവേശനം എളുപ്പമാക്കുക. മൂന്നാമത്തത് ശരിയായ ട്രീറ്റ്മെന്റുകൾ ശുപാർശ ചെയ്യുക. നാലാമത്തത് ചിലവ് കുറഞ്ഞ ചികിത്സാ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുക. അഞ്ചാമത്തത് ഡിസ്ചാർജിന് ശേഷം നല്ല ക്വാളിറ്റിയുള്ള പരിചരണങ്ങൾ ഡിസ്ചാർജിന് ശേഷമാണെങ്കിലും അവർക്ക് നൽകുകയും ചെയ്യുക. ഇനി ഇവിടെ ആ ഒരു ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജി ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിചരണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ നടപ്പിലാക്കേണ്ട കുറച്ച് സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രങ്ങളാണ് താഴെ പറയുന്നത്. നോക്കിയേ, ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജി ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. രോഗിയെ കേന്ദ്രീകരിച്ചുള്ള പരിചരണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ നടപ്പിലാക്കേണ്ട സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രങ്ങളാണ് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് വണ്ണാണ് ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനസ്. കൃത്യസമയത്ത് തന്നെ രോഗനിർണയം നടത്തുക. കൃത്യസമയത്ത് രോഗനിർണയം നടത്തുക. രണ്ടാമത്തത് ഇൻക്രീസ് അസസ് ടു ഫിസിഷ്യൻ. അവിടെ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്തേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുക. അവർക്ക് എളുപ്പത്തിൽ ഡോക്ടേഴ്സിനെ കാണാനും അവരുമായിട്ട് സംസാരിക്കാനും അവിടെ ഒരുപാട് വെയിറ്റിംഗ് ടൈമുകളോ കാര്യങ്ങളോ ഒന്നും വരാതെ അവർക്ക് മറ്റുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി എളുപ്പത്തിൽ അവരുടെ ഡിസിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട അടുത്തേക്കുള്ള ആ ഒരു പ്രവേശനം ഇൻക്രീസ് ചെയ്യുക, വർദ്ധിപ്പിക്കുക. മൂന്നാമത്തത് പ്രൊവൈഡ് കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആൻഡ് ക്വാളിറ്റി കെയർ എന്നാണ്. ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെന്റ്, എന്നാൽ ചിലവ് കുറഞ്ഞതാണ് എന്നാൽ പോലും വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എന്ത് ചെയ്യുക, അവർക്ക് നൽകുകയും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള പരിചരണവും അവർക്ക് നൽകുക. നാലാമത്തത് ഗീവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്. വരുന്ന ഓരോ പേഷ്യൻസിനും ഒരു വ്യവസ്ഥാപിതമല്ലാത്ത രീതിയിലുള്ള ലവ് ആൻഡ് സപ്പോർട്ടുകൾ, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആൻഡ് സപ്പോർട്ട് നൽകുക. അഞ്ചാമത്തത് റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്. അനാവശ്യമായിട്ടുള്ള ഫോളോ അപ്പ് കാര്യങ്ങള് സന്ദർശനങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അപ്പൊ 5 സ്ട്രാറ്റജീസ് ആണ് പേഷ്യന്റ് സെന്റേർഡ് കെയർ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അവിടെ നടപ്പിലാക്കാൻ പറ്റുന്ന 5 തന്ത്രങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഒന്നാമത്തത് ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനസ്. കൃത്യസമയത്ത് രോഗനിർണയം നടത്തുക. രണ്ടാമത്തത് ഇൻക്രീസ് അസസ് ടു ഫിസിഷ്യൻ. ഫിസിഷ്യൻസിന്റെ അടുത്തേക്കുള്ള ഒരു പ്രവേശനം അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്തേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുക. മൂന്നാമത്തത് പ്രൊവൈഡ് കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്. ചിലവ് കുറഞ്ഞ രീതിയിൽ ഫലപ്രദമായ ചികിത്സകൾ നൽകുക, ക്വാളിറ്റി കെയറും നൽകുക. അതുപോലെ തന്നെ നാലാമത്തത് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആൻഡ് സപ്പോർട്ട് പേഷ്യൻസിന് നൽകുക. അഞ്ചാമത്തത് അനാവശ്യമായിട്ടുള്ള ഫോളോ അപ്പ് അല്ലെങ്കിൽ മറ്റ് വിസിറ്റുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുറയ്ക്കുകയും ചെയ്യുക. അപ്പൊ വേഗം ഒന്ന് ഫസ്റ്റ് വൺ വായിച്ചു നോക്കിയേ. To provide top tier patient care services കേട്ടോ.
വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോട്ടെ. ശരി, നെക്സ്റ്റ് വൺ ആണ് ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഹോസ്പിറ്റൽ ജീവനക്കാരുടെ പ്രകടനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അറിയുന്നതിന് വേണ്ടി. ഓക്കെ, ഇറ്റ് ഈസ് നെസസറി ടു കീപ് a pulse on hospital staff performance at regular intervals. പതിവായി എന്ത് ചെയ്യുക, ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പ്രകടനം അല്ലെങ്കിൽ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് പതിവായി ഇടവേളകളിൽ എന്ത് ചെയ്യുക, അത് പരിശോധിക്കുക അല്ലെങ്കിൽ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്, വളരെ അനിവാര്യമാണ്. സോ ഹാപ്പി സ്റ്റാഫ് വിൽ ഗീവ് ബെറ്റർ പേഷ്യന്റ് കെയർ. അല്ലെ, എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട്, ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും അല്ലെ, നമ്മൾ ഹാപ്പി ആണെങ്കിൽ മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ എന്ന് പറയും അല്ലെ. അതുപോലെ ഒരു ഹാപ്പി ആയിട്ടുള്ള സ്റ്റാഫ് ആണെങ്കിൽ അവർക്ക് നല്ല മികച്ച പേഷ്യന്റ് കെയർ കൊടുക്കാൻ പറ്റില്ലേ. ആൻഡ് ഇഫ് പേഷ്യന്റ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ വിസിറ്റ്, there is a possibility that patients will choose for services from another provider. ഇല്ലേ, ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി, നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, നമുക്ക് അവിടെ സർവീസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയില്ല അവിടെ. അപ്പൊ അങ്ങനെയാവുമ്പോ ആ ഒരു വിസിറ്റിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അങ്ങനെയാവുമ്പോൾ നമ്മൾ മറ്റ് സർവീസുകൾക്ക് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിനെ സമീപിക്കാനുള്ള ചാൻസ് ഇല്ലേ? ആ ഒരു സാധ്യത അവിടെ ഇല്ലേ? ഉണ്ടോ? നമ്മൾ അത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു സ്ഥാപനത്തെ പിന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കില്ല അല്ലെ. മറ്റേതെങ്കിലും ഹോസ്പിറ്റൽ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചൂസ് ചെയ്യാനുള്ളത് അല്ലെ. അത് തന്നെ അവിടെ പറയുന്നത്, ഇഫ് ദ പേഷ്യന്റ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, അവർ സംതൃപ്തരല്ല അല്ലെങ്കിൽ അസംതൃപ്തിയുള്ളവരാണെങ്കിൽ വിത്ത് ദെയർ വിസിറ്റ്, അവർ വന്നപ്പോൾ അവർക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല, there is a possibility, അവിടെ ഒരു സാധ്യതയുണ്ട്, എന്ത്, പേഷ്യൻസ് വിൽ ചൂസ് ഫോർ സർവീസസ് ഫ്രം അനദർ പ്രൊവൈഡർ, മറ്റിതുപോലെ തരുന്ന സേവനങ്ങൾ നൽകുന്ന മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്നുള്ള സേവനങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് അവിടെ ഒരു സാധ്യതയുണ്ട്. സോ therefore it is necessary to listen to the patient which will make them feel strengthened. അല്ലെ, എപ്പോഴും വരുന്ന പേഷ്യൻസിനെ ശ്രമിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അത്തരം കാര്യങ്ങളിലൂടെ അവർക്ക് എന്ത് ഫീൽ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ഒരു അനുഭവമാണ് ഉണ്ടാക്കേണ്ടത്, അവർ എന്തെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഏറ്റെടുക്കുന്നുണ്ട് എന്ന രീതിയിൽ ഒരു സ്ട്രെങ്ത് അവർക്ക് കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. അപ്പൊ ആദ്യത്തെ ഭാഗം പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റൽസിന്റെ സ്റ്റാഫുമായി ബന്ധപ്പെട്ട് അവരുടെ പെർഫോമൻസ് പതിവായ ഇടവേളകളിൽ വിലയിരുത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും ഒരു ഹാപ്പി ആയിട്ടുള്ള സ്റ്റാഫുകളാണെങ്കിൽ അവർക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി പേഷ്യൻസ് അവരുടെ വിസിറ്റിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അവിടെ ഒരു സാധ്യതയുള്ളത് അവർ ഇതുപോലെയുള്ള സേവനങ്ങൾ മറ്റ് പ്രൊവൈഡേഴ്സിൽ നിന്നും ചൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ഓരോ പേഷ്യൻസിനെയും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അതിലൂടെ അവർക്ക് അവരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ മാനിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് അവരിൽ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സോ വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ ഡു ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്? അപ്പൊ സ്റ്റാഫുകളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മികച്ചതാക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. ജീവനക്കാർക്ക് വളരെ നല്ല രീതിയിലുള്ള, നല്ല സൗഹൃദപരമായിട്ടുള്ള, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വർക്കബിൾ ആയിട്ടുള്ള നല്ല പ്രവർത്തനം അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ആവശ്യമായ വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടുത്തെ ജീവനക്കാർക്ക് ക്രിയേറ്റ് ചെയ്ത് നൽകുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് എൻഷുവർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് ദിയർ റെസ്പോൺസിബിലിറ്റി. അതുപോലെ അവിടെയുള്ള ഓരോ സ്റ്റാഫുകൾക്കും അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഒരു ധാരണയുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്.
മൂന്നാമത്തത് കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ. നമ്മൾ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ പറഞ്ഞു, അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും സാറ്റിസ്ഫൈഡ് ആണോ എന്നറിയുന്നതിന് വേണ്ടി എംപ്ലോയീസിനിടയിൽ സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുക. ദെൻ നാലാമത്തത് മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ്. അപ്പൊ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാത്ത ആളുകളെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് വേണ്ടി, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി ശരിയായ രീതിയിലുള്ള മോട്ടിവേഷൻസ് പ്രചോദനങ്ങൾ നൽകുക. അഞ്ചാമത്തത് റിവാർഡ് ബെസ്റ്റ് പെർഫോമേഴ്സ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ബെസ്റ്റ് പെർഫോമേഴ്സിന് റിവാർഡുകൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രതിഫലങ്ങളും നൽകുക. അപ്പോ what can do the hospital to do? What can do the hospital to do? Improve staff performance. Staff performance improve ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഒന്നാമത്തത് ജനറേറ്റ് വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് വളരെ സൗഹൃദപരമായ ഒരു സൗഹൃദപരമായ നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തന അന്തരീക്ഷം എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്ത് നൽകുക. രണ്ടാമത്തത് ensure hospital staff understand their responsibility. ഓരോ ജീവനക്കാർക്കും അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ഒരു ധാരണയുണ്ടോ, അവരത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തത് ഹോസ്പിറ്റലിലെ എംപ്ലോയീസിനിടയിൽ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുക. നാലാമത്തത് നോൺ പെർഫോമേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാത്തവരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് പ്രചോദനങ്ങൾ നൽകുക. അതുപോലെ ബെസ്റ്റ് പെർഫോമേഴ്സിന് റിവാർഡ് അല്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങളും നൽകുക. നെക്സ്റ്റ് പറയുന്നത് ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് സ്ട്രാറ്റജി ടു ഇംപ്രൂവ് സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി. സ്റ്റാഫുകളുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപാദനക്ഷമത മികച്ചതാക്കുന്നതിന് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തന്ത്രങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലെങ്കിൽ നടപ്പിലാക്കാം. അതിന് ഒന്നാമത് ഇതിന്റെ പിക്ചറും ഒന്നും എല്ലാം ചെയ്യുന്നുണ്ട്. കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ നോട്ട് തന്നെ നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സൂം ചെയ്യണേ. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ, ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വർക്ക് എൻവയോൺമെന്റ് അല്ലെ, അവർ തൊഴിൽ ചെയ്യുന്ന ആ ഒരു അന്തരീക്ഷം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുക. രണ്ടാമത്തത് ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. സ്റ്റാഫ് മെമ്പേഴ്സിനോട് നല്ല അവരുടെ അംഗങ്ങളോട് വളരെ ബഹുമാനത്തോടു കൂടി പെരുമാറുക. മൂന്നാമത്തത് പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി. അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് പതിവായിട്ട് അവർക്ക് ഫീഡ്ബാക്കുകൾ നൽകുക. Then fourth one ആണ് be empathic and motivate non performers. നോൺ പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരോടൊരു സഹാനുഭൂതിയോടുകൂടി പെരുമാറുകയും അവർക്ക് കൃത്യമായ പ്രചോദനങ്ങൾ നൽകുകയും ചെയ്യുക. അഞ്ചാമത്തത് അക്നോളജ് ആൻഡ് ബെസ്റ്റ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ആ ഒരു വർക്ക് എങ്ങനെയാണ് അതിനെ അംഗീകരിക്കും. ആ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കുകയും അതിനനുസരിച്ച് അവർക്ക് അതിനനുസരിച്ചുള്ള ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ടുള്ളവർക്ക് റിവാർഡ് കൊടുക്കുക. ഈ ഒരു 5 സ്ട്രാറ്റജിയാണ് ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉത്പാദനക്ഷമത ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി പെർഫോമൻസുമായി ബന്ധപ്പെട്ട് ഈ 5 തന്ത്രങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. ഒന്നാമത്തത് അവർക്ക് നല്ലൊരു തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്തിയ ഒരു തൊഴിൽ അന്തരീക്ഷം നൽകുക. രണ്ടാമത്തത് ഓരോ സ്റ്റാഫുകളെയും ബഹുമാനത്തോടു കൂടി അവരോട് പെരുമാറുക. മൂന്നാമത്തത് പതിവായി അവർക്ക് ഫീഡ്ബാക്കുകൾ, അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുള്ള ഫീഡ്ബാക്കുകൾ നൽകുക. നാലാമത്തത് അവരോട് വളരെ സഹാനുഭൂതിയോടുകൂടി പെരുമാറുകയും പെർഫോമൻസ് നല്ല രീതിയിൽ കാഴ്ചവെക്കാത്തവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക, പ്രചോദനം നൽകുകയും ചെയ്യുക. അഞ്ചാമത്തത് അവർ ചെയ്യുന്ന പെർഫോമൻസ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ അത് അംഗീകരിക്കുകയും അവർക്ക് അതിനുള്ള റിവാർഡുകൾ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ നൽകുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ സെക്കൻഡ് വൺ.
വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് വൺ പറയാലോ. ക്ലിയർ അല്ലേ ആ ഭാഗം? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ്. മിഫ്ഡ് എന്ന് പറഞ്ഞാൽ അവസരപ്പെടുത്തുന്ന അല്ലെങ്കിൽ ക്ഷുഭിതരായിട്ടുള്ള ആംഗ്രി ദേഷ്യപ്പെടുന്ന പേഷ്യൻസിനെ അറിയാൻ വേണ്ടി. നോക്കി, എവരി ഹോസ്പിറ്റൽ മീറ്റ് എ സിറ്റുവേഷൻ വേർ ദേ ഷുഡ് ഡീൽ വിത്ത് ആംഗ്രി പേഷ്യന്റ്. ഏതൊരു ഹോസ്പിറ്റലും ഈ പറയുന്ന ആംഗ്രി പേഷ്യൻസിനെ അല്ലെ, ദേഷ്യപ്പെടുന്ന അത്തരത്തിലുള്ള അശുഭിതരായിട്ടുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഏതൊരു ഹോസ്പിറ്റലും എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരുമായിട്ട് കൈകാര്യം ചെയ്യുന്ന സിറ്റുവേഷൻസ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. സോ ഇറ്റ് ഈസ് എ ചലഞ്ചിങ് ടാസ്ക് to cope with such a patient, and especially when they exhibit their frustration on hospital. അപ്പോ ഇവിടെ ഇത്തരത്തില് പ്രത്യേകിച്ച് ക്ഷുഭിതരായിട്ടുള്ള പേഷ്യന്റ് ആണ്, അവർ ദേഷ്യപ്പെടുന്നുണ്ട്, അവരുടെ ആ ഉള്ളിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നിരാശയും കാര്യങ്ങളും ഒക്കെ അവര് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, പ്രദർശിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ദേഷ്യമൊക്കെ വലിയ രീതിയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ചില ഹോസ്പിറ്റലിലെ സർവീസുകളുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആളുകൾ ഭയങ്കര ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ അത് ആ ഒരു ദേഷ്യം പുറത്ത് പ്രകടിപ്പിക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? ചീത്ത പറയുകയോ അല്ലെങ്കിൽ സൗണ്ട് എടുത്ത് സംസാരിക്കുകയോ കാര്യങ്ങളോ കണ്ടിട്ടില്ലേ? സോ അത്തരത്തില് ചില, അതായത് പ്രത്യേകിച്ച് ഇത്തരം ഫ്രസ്ട്രേഷൻസ്, അവരുടെ ആ ഒരു നിരാശ കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ നിലത്തി നിർത്തുക, അല്ലെങ്കിൽ അവരെ നേരിടുക, അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു ഹോസ്പിറ്റലിന്റെയും ഒരു ചലഞ്ചിങ് ടാസ്ക് തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു ജോലി തന്നെയാണ്. So patient can be upset because of various reasons. ഒരു പേഷ്യൻസ് അപ്സെറ്റ് ആവാൻ അല്ലെങ്കിൽ അവർ അസ്വസ്ഥരാവാൻ പല കാരണങ്ങളില്ലേ? പല കാരണങ്ങളില്ലേ? ഇപ്പൊ ഡിലേ ഇൻ അപ്പോയിന്റ്മെന്റ്, അപ്പോയിന്റ്മെന്റില് ഡിലേ വന്നു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ദേഷ്യം വരില്ലേ? വരുമോ? നമുക്ക് ദേഷ്യം വരില്ലേ അപ്പോയിന്റ്മെന്റിൽ ഡിലേ വന്നാല്? അതുപോലെ ലോങ് പേഷ്യന്റ് വെയിറ്റ് ടൈം, നമ്മുടെ അപ്പോയിന്റ്മെന്റുകളൊക്കെ എടുത്തിട്ട് ഒരുപാട് സമയം നമ്മൾ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തിരുന്നാല് കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ? വരില്ലേ? അല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാവാൻ തുടങ്ങില്ലേ? തുടങ്ങും. അതുപോലെ റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, തെറ്റായിട്ടുള്ള രോഗനിർണയങ്ങൾ നടത്തുകയോ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ തരികയോ ചെയ്താൽ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ എന്താവാറുണ്ട്, അസ്വസ്ഥരാവാറുണ്ട് അല്ലെ? അതുപോലെ ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ, നമ്മൾ തരുന്ന ആ ഒരു പരിചരണത്തിന്റെ ആ ഒരു ക്വാളിറ്റി മികച്ചതല്ലെങ്കിൽ, നല്ല ക്വാളിറ്റിയിലുള്ള പരിചരണമല്ല നമുക്ക് തരുന്നെങ്കിൽ നമുക്ക് ദേഷ്യം വരാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാവാറുണ്ട്. അത് മാത്രമല്ല ഒരുപാട് കാരണങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് റീസൺസ് ഉണ്ട് ഒരു പേഷ്യന്റ് അപ്സെറ്റ് ആവാൻ അല്ലെങ്കിൽ അസ്വസ്ഥരാവാനായിട്ട്. സോ ഇത്തരത്തിലുള്ള പല റീസൺസ് മൂലവും ഓരോ പേഷ്യൻസും എന്താവുന്നുണ്ട്, അസ്വസ്ഥരാവുന്നുണ്ട്. അപ്പൊ അതിലെല്ലാവരും ചിലപ്പോൾ അത് പ്രകടിപ്പിക്കണമെന്നില്ല അല്ലെ? നമ്മളാണെങ്കിൽ ഇപ്പൊ ദേഷ്യം വന്നാൽ പോലും നമ്മൾ മാക്സിമം അത് കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുക അല്ലെ? നമുക്കിപ്പോ ഒരുപാട് വെയിറ്റിംഗ് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പോയി ചോദിക്കുമെന്നല്ലാതെ അവരോട് ചിലപ്പോൾ ദേഷ്യപ്പെടാനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കാറില്ല. പക്ഷെ ചില ആളുകൾ അങ്ങനെയില്ല, അവരുടെ ആ ഒരു നിരാശയും ആ വിഷമവും ഉദ്ദേശവും ഒക്കെ അവരെന്ത് ചെയ്യും, പ്രകടിപ്പിക്കും അല്ലെ? സോ അത്തരത്തിൽ അങ്ങനെ പ്രകടിപ്പിക്കുന്ന പേഷ്യൻസ് ആവുമ്പോൾ അവരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന് ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ്.
Then, if hospital don't address their issues, they might even face legal threat from patient. അപ്പോ ഇപ്പൊ അവര് ആ ഒരു ഹോസ്പിറ്റലിനോട് നമ്മൾ ചെന്ന് പറയാണ്, നമുക്കൊരു ദേഷ്യമുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്, നമുക്കപ്പോ ഇങ്ങനെ ഇവര് വന്ന് പറയാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് ആ ഒരു ഇഷ്യൂ എന്താ ഇങ്ങനെ വരുത്തിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അവർ ആ ഹോസ്പിറ്റലുകാര് ഒരിക്കലും അവരുടെ പ്രശ്നത്തെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം? അടുത്തത് പേഷ്യന്റ് പറയുന്നത് എന്തായിരിക്കും? എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള ഡയഗ്നോസിസോ ട്രീറ്റ്മെന്റോ അവർക്ക് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് ദേഷ്യപ്പെട്ടാണ് ഒരു പേഷ്യന്റ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു ഇഷ്യൂ പറയുമ്പോൾ ഹോസ്പിറ്റലുകാർ അത് മൈൻഡ് ചെയ്യുന്നില്ല, അവരത് എന്ത് ചെയ്യുന്നില്ല, അത് അവര് മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അത് അവര് ശ്രദ്ധ കൊടുക്കാതെ വിടുകയാണ്, ഒഴിവാക്കി വിടുകയാണ്. അങ്ങനെയാണെങ്കിൽ പേഷ്യന്റ് പറയാൻ പോകുന്ന അടുത്ത കാര്യം എന്തായിരിക്കും? നമ്മളാണെങ്കിൽ അടുത്ത് എന്താ പറയാൻ പോകുന്നേ? ഒന്നും പറയൂലേ? എന്തായിരിക്കും അടുത്തത്? എന്ത് രീതിയിലുള്ള ഒരു ഭീഷണി ആയിരിക്കും അവർ പേഷ്യൻസ് പറയാ? ഇതാണ് റിപ്ലൈ ഇല്ലാത്തത്. എന്തെങ്കിലുമൊക്കെ പറയും. അടുത്തത് എന്തായിരിക്കും? നമ്മളാണെങ്കിൽ എന്ത് പറയും? എന്ത് ഭീഷണിപ്പെടുത്തുന്നവരെ ഒന്ന് പറയൂലേ? ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്ന പറയില്ലേ? പറയോ? ലീഗലായിട്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്ന പറയില്ലേ? പറയൂലേ? പറയും അല്ലെ? നമ്മൾ അവര് മൈൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ദേഷ്യം കൂടുതലല്ലേ ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തില് പേഷ്യൻസിൽ നിന്നുള്ള ലീഗൽ ആയിട്ടുള്ള ത്രെറ്റ് അല്ലെങ്കിൽ ഭീഷണികളും ഈ ഒരു ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? Then hospital can disregard such situation. അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റൽ എപ്പോഴും ചെയ്യേണ്ട കാര്യം, ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു സാഹചര്യം വന്നാൽ ഒരിക്കലും അതിനെ എന്ത് ചെയ്യരുത്? ഡിസ്റിഗാർഡ് ചെയ്യരുത്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് അതിനെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുകയോ ചെയ്യരുത്. സോ ഇറ്റ്സ് ബെറ്റർ ടു ലേൺ ഹൗ ടു കോപ്പ് വിത്ത് പേഷ്യന്റ്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ ഒരിക്കലും ഇത് ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഹോസ്പിറ്റൽ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു പേഷ്യന്റ് വന്നാൽ ഇവരെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും അല്ലെ? ആ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണ് ഒരു ഹോസ്പിറ്റൽ വേണ്ടത്. ആസ് എ കെയർ പ്രൊവൈഡർ, ഒരു കെയർ നൽകുന്ന ഒരു കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ നീഡ് ടു റിയലൈസ് ദ വാർണിംഗ് സൈൻസ് ആൻഡ് കൺട്രോൾ ദ സിറ്റുവേഷൻ ബിഫോർ ഇറ്റ് ഗെറ്റ് വേഴ്സൺ. എപ്പോഴും ഒരു കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ ഹോസ്പിറ്റലിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഒരു പേഷ്യന്റ് വന്ന് ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു വാർണിംഗ് സൈൻ ആണ്, ഒരു മുന്നറിയിപ്പാണ് അവർക്ക് കിട്ടുന്നത്. അതായത് ഒരു ഇഷ്യൂ അങ്ങനെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ഇഷ്യൂ ശരിയായ രീതിയിൽ നമ്മൾ മാനിച്ചില്ല, അല്ലെങ്കിൽ അത് നമ്മൾ പരിഗണിച്ചില്ല എങ്കിൽ അതുവഴി പല ലീഗൽ ആക്ഷൻസിലേക്കും പോയേക്കാം അല്ലേ? അതിന്റെ ഒരു മുന്നറിയിപ്പല്ലേ ആദ്യം പേഷ്യന്റ് വന്ന് പറയുന്ന കാര്യം അല്ലേ? സോ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു ഹോസ്പിറ്റൽ അതൊരു വാർണിംഗ് സൈൻ ആണെന്ന് മനസ്സിലാക്കുകയും ആ ഒരു സിറ്റുവേഷനെ നിയന്ത്രിക്കാനും ഒരു ഹോസ്പിറ്റലിന് സാധിക്കണം. ബിഫോർ ഇറ്റ് ഗെറ്റ് വേഴ്സൺ, അതൊരു വേഴ്സൺ ആവാതെ അല്ലെങ്കിൽ അത് വളരെ വഷളായി പോവാതെ ആ ഒരു സിറ്റുവേഷനെ നിയന്ത്രിക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലിന് സാധിച്ചിരിക്കണം. ആൻഡ് നീഡ് ടു ക്രിയേറ്റ് ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് ഫോളോ ദം ടു ഹാൻഡിൽ ആംഗ്രി പേഷ്യന്റ്. അപ്പൊ ഇത്തരം പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള മികച്ച രീതികൾ എന്താണെന്ന് ക്രിയേറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ഇത്തരം ആംഗ്രി പേഷ്യൻസിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആ രീതികൾ പിന്തുടരുകയും വേണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഒരു മിസ്സലിൽ ആംഗ്രി ആയിട്ടുള്ള പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റല് അവരുടെ ആ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒരു ഹോസ്പിറ്റൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരം പ്രത്യേകിച്ച് അവരുടെ നിരാശകളൊക്കെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ എക്സിബിറ്റ് ചെയ്യുന്ന പ്രദർശിപ്പിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ അവരെ നേരിടുക എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൽ ചലഞ്ചിങ് ടാസ്ക് തന്നെയാണ്. അതുപോലെ പേഷ്യൻസ് പല രീതിയിലും അവര് അപ്സെറ്റ് ആവാറുണ്ട്, അല്ലെങ്കിൽ അവര് എന്ത് ചെയ്യാറുണ്ട്? അസ്വസ്ഥരാവാറുണ്ട്. അത് ചിലപ്പോൾ അപ്പോയിന്റ്മെന്റിൽ ഡിലേ വരുന്നത് കൊണ്ടാവാം, പേഷ്യന്റ് വെയിറ്റിംഗ് ടൈം ഒരുപാട് ലോങ് ആയത് കൊണ്ടാവാം, തെറ്റായ രോഗനിർണയവും ട്രീറ്റ്മെന്റുകളും നൽകിയത് കൊണ്ടാവാം, ക്വാളിറ്റി ഓഫ് കെയറിനുള്ള അഭാവമാവാം. അങ്ങനെ ഒരുപാട് റീസൺസ് ഇതിന് പിന്നിലുണ്ടായിരിക്കും. സോ എപ്പോഴും ഇത്തരം ഒരു ഇഷ്യൂ അവർ പറയുമ്പോൾ ആ ഇഷ്യൂയെ പരിഗണിക്കാതെ ഇരിക്കരുത്. അതുപോലെ തന്നെ അങ്ങനെ പരിഗണിക്കാതെ
പറയാതിരുന്നാൽ പേഷ്യൻസിൽ നിന്നും ഒരുപാട് നിയമപരമായിട്ടുള്ള ത്രെറ്റ് അല്ലെങ്കിൽ എന്താണ് ഭീഷണികൾ ഹോസ്പിറ്റൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ എപ്പോഴും ഇത്തരം ഇഷ്യൂസിനെ അവഗണിക്കാതെ ഈ സിറ്റുവേഷൻ എന്താണ്, ഇത്തരം പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കുകയാണ് വേണ്ടത്. ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ അവര് ഇത്തരം വാർണിംഗ് സൈനുകളെ റിയലൈസ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ആ ഒരു സിറ്റുവേഷനെ നിയന്ത്രിക്കുകയും ഇത് വഷളാവുന്നതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ബെസ്റ്റ് രീതികള് ക്രിയേറ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ആംഗ്രി പേഷ്യൻസ് വരുമ്പോൾ ആ രീതികൾ ഫോളോ ചെയ്യുക, അതിനനുസരിച്ച് അത്തരത്തിലുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ ഭാഗം? ഓക്കെ, ശരി. നെക്സ്റ്റ്, ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജി ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. ആംഗ്രി പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജി ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. ആംഗ്രി പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട തന്ത്രങ്ങൾ. ഫസ്റ്റ് വൺ ആണ്, സ്റ്റെപ്പ് 1 ആണ് കേട്ടോ. അക്നോളജ് ആൻഡ് ലിസൺ ടു പേഷ്യൻസ് കംപ്ലൈന്റ്സ് കാംലി. അതായത് അവര് പറയുന്ന കംപ്ലൈന്റുകൾ അംഗീകരിക്കുക. ഒരിക്കലും അവരോട് നേരെ തിരിച്ച് പറയല്ല ചെയ്യേണ്ടേ. അവര് പറയുന്ന കംപ്ലൈന്റ് എന്താണ് അത് നമ്മൾ അംഗീകരിക്കുകയും പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ് വളരെ ശാന്തമായിട്ട് എന്ത് ചെയ്യുക, കേൾക്കുക. അതാണ് ഒന്നാമത്തെ സ്ട്രാറ്റജി. ഒരിക്കലും ഒരു പേഷ്യന്റ് ദേഷ്യപ്പെട്ടാണ് വരുന്നതെങ്കിൽ പോലും ആ കേൾക്കുന്ന വ്യക്തി എങ്ങനെയാവണം? വളരെ ശാന്തമായി നിന്ന് അവര് പറയും, ശരി നിങ്ങൾ പറയുന്ന കംപ്ലൈന്റ് അങ്ങനെയുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു, എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് നിങ്ങൾ പറഞ്ഞു എന്ന രീതിയിൽ വളരെ ശാന്തമായി അവരോട് ഇടപെടലുകൾ നടത്തുകയും അവര് പറയുന്ന കംപ്ലൈന്റ്സ് വളരെ ശാന്തമായി നിന്ന് കേൾക്കുകയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. ആ ഒരു പ്രശ്നത്തിന്റെ മൂല കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ ആ ഒരു പ്രശ്നത്തിന് ഒരു റീസൺ ഉണ്ടാവുമല്ലോ അല്ലെ? ഏതൊരു പ്രശ്നത്തിനും റീസൺ ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്രശ്നത്തിന്റെ മൂല കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ്, അവോയ്ഡ് ബീങ് ഡിഫെൻസീവ് ആൻഡ് റെസ്പോണ്ട് വിത്ത് എംപതി. ഒരിക്കലും അവരോട് ഒരു പ്രതിരോധിക്കുന്ന രീതിയിലാവരുത്, അത് ഒഴിവാക്കുക. ഒരു ഡിഫെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ അവരിപ്പോ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് നമ്മളൊരു കംപ്ലൈന്റ് വരെയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അങ്ങനെ അവരോട് എന്ത് ചെയ്യരുത്, വാദിക്കരുത്, ഡിഫെൻഡ് ചെയ്യരുത്, ഒരിക്കലും പ്രതിരോധിക്കരുത്. അത്തരം രീതികൾ അവോയ്ഡ് ചെയ്യുക. മറിച്ച് റെസ്പോണ്ട് വിത്ത് എംപതി, വളരെ സഹാനുഭൂതിയോട് കൂടി അവരോട് പ്രതികരിക്കുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് 4 ആണ്, മേക്ക് ദ പേഷ്യന്റ് ഫീൽ ദാറ്റ് their concerns are taken seriously. അപ്പൊ ഇവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പേഷ്യൻസിന് എന്ത് ഫീലിംഗ് വരുത്തണം എന്നാ പറയുന്നത്? പേഷ്യൻസ് പറയുന്ന ഓരോ കാര്യങ്ങളും അവർ വളരെ ആശങ്കയോടുകൂടി പറയുന്ന കാര്യങ്ങളാണ് അല്ലെ? ഓരോ കാര്യങ്ങൾ അവർ പറയുന്നത്. സോ അത്തരം അവരുടെ ആശങ്കകളെല്ലാം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് പേഷ്യൻസിൽ വരുത്താൻ ശ്രമിക്കുക. അപ്പൊ അവര് പറയുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട്. സോ അത് സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് അവരിൽ വരുത്തുക. സ്റ്റെപ്പ് 5 ആണ്, അപ്പോളജൈസ് ആൻഡ് ടേക്ക് ക്വിക്ക് ആക്ഷൻ ടു സെറ്റിൽ ദ പ്രോബ്ലം. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം അവരോട് ക്ഷമാപണം നടത്തുക. എന്തിനു വേണ്ടി? ഇത്തരത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ ഭാഗത്ത് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, നമുക്ക് ഉടനെ അതിനുള്ള അതിനുള്ള പരിഹാര നടപടികൾ കാണുന്നതിന് വേണ്ടിയുള്ള ആക്ഷൻ എടുക്കുക. സ്റ്റെപ്പ് 6, ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളോടാണ് അവരൊരു കംപ്ലൈന്റ് പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ ഇവരുടെ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും, ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തരാൻ പറ്റും എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അത് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ എനിക്ക് ഇത്ര കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്, എന്റെ പരിധി ഇത്രയാണ്, അതല്ല എങ്കിൽ നിങ്ങൾ ഹയർ അതോറിറ്റികളിലേക്ക് കംപ്ലൈന്റുകൾ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന രീതിയിൽ തുറന്നു പറയാം. അവരോട് നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുക. ഈ 6 സ്റ്റെപ്പുകളിലൂടെയാണ് നമുക്ക് ആംഗ്രി പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനുള്ള സ്ട്രാറ്റജി. ഒന്നാമത്തത്, അവരുടെ ആ ഒരു പരാതി എന്താണോ അത് അംഗീകരിക്കുകയും അവരോട് വളരെ ശാന്തമായി നിന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കുകയും ചെയ്യുക. രണ്ടാമത്തത്,
ആ ഒരു പ്രോബ്ലത്തിന്റെ മൂല കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തത് അവരോട് പ്രതിരോധിക്കുന്ന ആ ഒരു പ്രതിരോധ നടപടികൾ അവോയ്ഡ് ചെയ്യുക, മറിച്ച് അവരോട് സഹാനുഭൂതിയോടുകൂടി അവരോട് പ്രതികരിക്കുക. നാലാമത്തത് പേഷ്യൻസ് പറയുന്ന ഓരോ ആശങ്കകളും അവർ പറയുന്ന ഓരോ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആണ് എടുക്കുന്നത് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ഫീലിംഗ് അവരിൽ ഉണ്ടാക്കിയെടുക്കുക. അഞ്ചാമത്തത് അവരോട് ക്ഷമാപണം നടത്തുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ക്വിക്ക് ആക്ഷൻസ് അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എളുപ്പത്തിലുള്ള പെട്ടെന്ന് വേഗത്തിലുള്ള നടപടികൾ ആരംഭിക്കുക. ആറാമത്തത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻ. നമുക്ക് എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്നത് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അവരോട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ, ഇനി മിസ് നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇപ്പോ സമയം കുറവാണ്, അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ തീരില്ല കേട്ടോ. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു 5 ഉണ്ട്, അതിൽ ഓൾറെഡി 3 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്തതിൽ ഒരു കുറച്ച് ഭാഗം കൂടിയുണ്ട്. അതുവരെ ഒന്ന് വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.